നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം പൂരം നക്ഷത്രത്തെ കുറിച്ചാണ്. പൂരം നക്ഷത്രക്കാരുടെ 2026 വർഷം ജൂൺ 5 മുതൽ 15 വരെയുള്ള സമയങ്ങളില് ഇവർക്ക് എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കുമെന്നും ഇവരുടെ ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുമാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ഇത് ഭാരതീയ ജ്യോതിഷ പ്രകാരമുള്ള ഫലങ്ങളാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര്, നക്ഷത്രം, ജന്മ വർഷം, തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ശുക്രൻ രാശിയാധിപനായിട്ടുള്ള പൂരം നക്ഷത്രക്കാർക്ക് ജോലി സംബന്ധമായിട്ട് പറയുകയാണെങ്കിൽ പുതിയ അവസരങ്ങളൊക്കെ വന്നു ചേരാനുള്ള സാധ്യതയുണ്ട്. കലാരംഗത്തൊക്കെയുള്ളവർക്ക് വളരെ നല്ലൊരു സമയമാണ്. അതുപോലെ തന്നെ ആർട്ട് വർക്കുകളൊക്കെ ചെയ്യുന്ന, ഡിസൈൻ ഒക്കെ ചെയ്യുന്നവർക്കും വളരെ നല്ല ഒരു സമയമാണ്. മീഡിയയിലൊക്കെ വർക്ക് ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് മീഡിയാപരമായിട്ട്, കലാപരമായിട്ട് എന്ത് അവസരങ്ങളും നിങ്ങൾക്ക് വന്നു ചേരുവാനുള്ള ഒരു സാധ്യത ഉള്ള ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് ചെലവ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. അത് പ്രത്യേകിച്ച് 12-ാം തീയതിക്ക് ശേഷമൊക്കെ ചെലവ് കൂടാനുള്ള ഒരു സാധ്യതയുണ്ട്. നിങ്ങൾ നിക്ഷേപങ്ങളൊക്കെ നടത്തുമ്പോൾ അത് കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഇല്ലെങ്കിൽ ചിലപ്പോൾ പണമൊക്കെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. നിക്ഷേപങ്ങൾക്ക് നിങ്ങൾ പുറപ്പെടുമ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ നല്ല സമയമാണെങ്കിലും പ്രത്യേകം ശ്രദ്ധിക്കുക, അബദ്ധങ്ങളിൽ പോയി ചാടാതിരിക്കുക. പ്രത്യേക കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ അതിന് സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കി പോയി ചേരുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഈ ശുക്രന്റെ ബലം ഉള്ളത് കൊണ്ട് തന്നെ പ്രണയബന്ധങ്ങളൊക്കെ നല്ല രീതിയിൽ കലാശിക്കാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ സൗഹൃദങ്ങളൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുവാനുള്ള സാധ്യതയുണ്ട്. പുതിയ സൗഹൃദങ്ങളും പുതിയ പ്രണയങ്ങളും ഒക്കെ നിങ്ങളെ തേടിയെത്തുന്ന ഒരു സമയമാണ്. വിവാഹത്തിലൊക്കെ കലാശിക്കാൻ പോകുന്ന ഒരു രീതിയിലുള്ള പ്രണയബന്ധങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ബന്ധങ്ങളെല്ലാം ഊഷ്മളമായിട്ട് തന്നെ പോകുന്ന ഒരു രീതിയിലാണ് കാണുന്നത്. ഇത് നിങ്ങൾക്ക് ബന്ധങ്ങൾ ദൃഢപ്പെടുത്തുവാനായിട്ട് ജൂൺ 8-ാം തീയതി അല്ലെങ്കിൽ ജൂൺ 13-ാം തീയതി എന്നീ തീയതികളിൽ സംസാരിക്കുവാനും പ്രശ്നങ്ങളൊക്കെ തീർക്കുവാനും അല്ലെങ്കിൽ പുതിയ ബന്ധങ്ങളിലേക്കൊക്കെ പോകുവാനും ഒക്കെ പറ്റിയ ഒരു സമയമാണ്. 8-ാം തീയതി അല്ലെങ്കിൽ 13-ാം തീയതി നിങ്ങൾ തെരഞ്ഞെടുക്കുകയാണ് ഒരു പ്രശ്നം തീർക്കുവാനോ അല്ലെങ്കിൽ പുതിയൊരു ബന്ധം തുടങ്ങുവാനോ ഒരു കരാറിന് വേണ്ടിയുള്ള സംസാരമാട്ടോ, എന്തിനും ഒരു പ്രധാനപ്പെട്ട സംസാരം, ഒരു ചർച്ചയ്ക്ക് പറ്റിയ ഒരു സമയമാണ് ഈ 8-ാം തീയതിയും 13-ാം തീയതിയും. അതുപോലെ തന്നെ സാമ്പത്തികത്തിന്റെ കാര്യം നമ്മൾ പറഞ്ഞു. സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോഴും ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആരോഗ്യകാര്യം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ടവേദന, ത്വക്ക് സംബന്ധമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയുണ്ട്. ഈ സമയത്ത് ഒരുപാട് ജലമൊക്കെ കുടിക്കുവാൻ ശ്രമിക്കുക. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഒരുപാട് കാലമായിട്ട് ആരോഗ്യ പ്രശ്നമുള്ളവരൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ്. കൂടാതെ നിങ്ങൾ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതെ ഇരിക്കുവാൻ ശ്രമിക്കുക. അത് പ്രത്യേകിച്ച് 9-ാം തീയതിയും 14-ാം തീയതിയും നിങ്ങൾക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്, വാക്കുതർക്കങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരോടൊക്കെ നിങ്ങൾ വാക്കുതർക്കത്തിൽ ഏർപ്പെട്ട് അതിൽ നിങ്ങളുടെ മേലൊരു ഈഗോ ഒക്കെ ഉണ്ടാവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 തീയതികൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. 9-ാം തീയതിയും 14-ാം തീയതിയും നിങ്ങളൊന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. പൊതുവായിട്ട് നോക്കുമ്പോൾ ജോലി സംബന്ധമായിട്ടും സാമ്പത്തികമായിട്ടും നേട്ടങ്ങൾ ഉണ്ടാകുമെങ്കിലും നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ ഇതിന് പരിഹാരമായിട്ട് വേണമെങ്കിൽ നിങ്ങൾ വെള്ളിയാഴ്ച ദിവസം ദേവീക്ഷേത്ര ദർശനം നടത്തുകയും കൂടാതെ ഈ ദിവസങ്ങളിൽ വെള്ള വസ്ത്രം ധരിക്കുകയോ അല്ലെങ്കിൽ വെള്ള തുണി നിങ്ങളുടെ കയ്യിൽ കരുതുകയോ ചെയ്യുന്നത് പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ഇത് അന്യമതസ്ഥരാണ് കാണുന്നെങ്കിൽ നിങ്ങൾ ഏത് മതത്തിലാണോ ഏത് ദൈവത്തിലാണോ വിശ്വസിക്കുന്നത് ആ മതത്തിലും ദൈവത്തിലും ഉറച്ചു വിശ്വസിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.